പാർട്ടി ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഗതികൾ എന്തുമാത്രം വർക്കാവുന്ന എനിക്ക് സംശയമാണ്. കാരണം ആളുകൾക്ക് എല്ലാവർക്കും ഇത് പഴയ ഒരു കാലമല്ല, ഭയങ്കരമായ ഡിജിറ്റൽ സാക്ഷരതയുള്ള സോഷ്യൽ മീഡിയയിൽ സകലമാന മനുഷ്യരുള്ള ഒരു കാലമാണ്. ഒരേ സമയം ഈ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്നിവ പറഞ്ഞുകൊണ്ട് അത് എന്തോ ഒരു എക്സ്ട്രീമിസ്റ്റുകളുമായി ചേരാൻ പോകുകയാണെന്ന് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതേ CPIM ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച്, അതേ CPIM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അവരുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പുകഴ്വാക്കുകൾ, ഇതെല്ലാം എല്ലാവർക്കും അവൈലബിൾ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ലെഫ്റ്റ് ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ വെൽഫെയർ പാർട്ടി ഒരു അസ്പർശ്യത കൽപ്പിക്കപ്പെടേണ്ട കളങ്കിത സംഘം എന്നൊക്കെ പറയുന്നത് തന്നെ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ബാലൻസിംഗ് ആണെന്ന് ആളുകൾക്ക് ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട്. അവരെടുക്കുന്ന സമീപനം, അവർക്കും ഒരു കാലത്ത് സൗഹൃദം ഉണ്ടായിരുന്നു, ഇപ്പോൾ UDF സൗഹൃദം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കരിക്കൾ മാറ്റി വെച്ചുള്ള കളിയാണെന്ന് മറ്റുള്ള ജനങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു നിർണായക ഫാക്ടർ ആവുമെന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ഫാക്ടർ ആക്കാനുള്ള ശ്രമം LDF നടത്തുന്നുണ്ട്. നേരത്തെയുള്ള ഇലക്ഷനിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പോയിന്റ് എനിക്ക് പറയാൻ തോന്നുന്നത്, ഇപ്പോൾ UDF ആകെ തന്നെയും നോക്കൂ, ഇതാ വെൽഫെയർ പാർട്ടി വന്നിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, അത് അങ്ങനെ ഒരു മുന്നണിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്, അതിനെ വിജയിപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ LDF പറയാൻ ശ്രമിക്കുന്നത്. ആ റിസ്കിനെ എടുക്കുന്നു UDF എന്ന് പറഞ്ഞ പുതിയ കാഴ്ച. അവർ പറയുന്നു, ഞങ്ങൾ അവരുടെ വോട്ട് നിരുപാധികം സ്വീകരിക്കുകയാണ്, ഞങ്ങൾക്കതിൽ പ്രശ്നം തോന്നുന്നില്ല, നിങ്ങൾ ആക്ഷേപിക്കുന്ന മുദ്രകളൊന്നും അവരിൽ ഞങ്ങളിപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ ഈ സമവാക്യങ്ങൾക്കകത്ത് പൊതുവെ എല്ലാവരും പറയാൻ പേടിക്കുന്ന ഒരു കാര്യം, സതീശൻ പറയുകയാണ് ഞങ്ങൾ എടുക്കുകയാണ് എന്ന്. ഇപ്പോഴത്തെ നമ്മൾ പണ്ട് സിനിമയ്ക്കകത്ത് ശങ്കരാടി പറയില്ലേ, ഈ ഭൂതത്തെ നീ ഇപ്പോൾ പേടിച്ചാൽ പിന്നെ ഒരു കാലത്ത് നിനക്ക് ഇതിനെ ഇറക്കി വിടാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഈ സ്റ്റെപ്പിനെ ഇപ്പോൾ മറികടന്നാൽ, ഈ തെരഞ്ഞെടുപ്പിൽ മറികടന്നുകൊണ്ടൊരു വലിയ വിജയം UDF സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഈ സംഗതിയുടെ ഉപയോഗം ഇല്ലാണ്ടാവുകയാണ്. ഈ സമവാക്യത്തിൻ്റെ അത് UDF സംബന്ധിച്ച് ഭയങ്കര ആശ്വാസമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം അതൊരു മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുള്ള മുന്നണിയാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാതിനിധ്യമുള്ള മുന്നണിയാണ്, വെൽഫെയർ പാർട്ടിയാണ്, SDPI ആണെന്ന് പറഞ്ഞ് അവരെ ചാപ്പയടിച്ച് വേറൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി എല്ലാ ഭരണവിരുദ്ധ വികാരത്തിനും മേലെ കൂടി നീന്തി പോകാമെന്ന് സർക്കാർ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ഇവിടെ നടക്കാൻ പോവാണ്. ഞാൻ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ, നേരത്തെ പാലക്കാട് ഇലക്ഷനിലും അവർ ഈ സാധനം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു, ഞങ്ങൾക്കതൊരു പ്രശ്നവും തോന്നുന്നില്ല എന്ന് UDF നേതൃത്വം തുറന്നു പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തുറന്നു പറച്ചിലുമായിട്ട് സധൈര്യം പോയിട്ട് അവർക്ക് ഈ കടമ്പ മറികടക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രഹരശേഷി ഇല്ലാതാവും. അത് LDF സംബന്ധിച്ച് അവരുടെ സാധ്യത ഇല്ലാതാക്കുന്നതാണ്. LDF വിചാരിക്കുന്നത് ഇത് തന്നെയാണ്. LDF വിചാരിക്കുന്നത്, കഴിഞ്ഞ കുറേ പ്രധാന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ട് മൈനോറിറ്റി വോട്ടുകൾക്കകത്ത് ചില വിള്ളൽ വീണിട്ടുണ്ട്, ചോർച്ച ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവർക്കുണ്ടായിരുന്ന പരമ്പരാഗത വോട്ടുകളിലും ചില ഒഴുക്കലുണ്ടായിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ അവർ ചില സ്ട്രാറ്റജീസ് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന സാധനം അതാണ്. അത് വർക്ക് ചെയ്ത് നമ്മൾ വരുമെന്നാണ് അവരുടെ 3ാം ടേം കോൺഫിഡൻസിലെ പ്രധാന ഫാക്ടറുകളിലൊന്ന്. അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നിലമ്പൂരിൽ കാണാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതിൽ UDF ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. അതെന്ത് സംഭവിക്കും എന്നത് നോക്കാവുന്ന കാര്യമാണ്. പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ അവിടുത്തെ ആൾക്കാരും പറയാം സങ്കീർണ്ണമാണ്, ഒന്നും പറയാൻ പറ്റില്ല എന്നാണ്. വോട്ടൊക്കെ തീരുമാനിച്ച മനുഷ്യർ തന്നെ ഒരു ഉറപ്പും പറയാതാണ് വർത്തമാനമൊക്കെ പറയുന്നത്. അൻവർ പറയുന്നു, ഇൻവിസിബിളാണ് ഞങ്ങളുടെ തരംഗം, അത് നിങ്ങൾ കാണാൻ പോകുന്നില്ല, എന്താ സംഭവിക്കും. അൻവറിൻ്റെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. അവരങ്ങനെ ഗ്രൗണ്ടിലിറങ്ങി എല്ലാ വീടുകളും കയറുന്നതിന് പകരം വേറെ തരത്തിലുള്ള പ്രചാരണ തന്ത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അൻവർ പറയുന്നത് അൻവറിൻ്റെ കോസിനുള്ള വോട്ട് അൻവറിന് വരും, അത് 10,000-ന് മേലെ ആയിരിക്കും എന്നാണ്. 10,000-ന് മേലെ പോയ അൻവറിന് വിജയപരാജയം ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ആളായിട്ട് മാറും. പക്ഷേ UDF പറഞ്ഞത്, അൻവറിൻ്റെ കോസിനെ പിന്തുണയ്ക്കുന്ന മനുഷ്യർ അവർ UDF വോട്ട് ചെയ്യും. കാരണം അൻവറിനെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ അവസാനത്തെ റിസൾട്ട് ഇല്ലല്ലോ. UDF തോക്കുക, LDF വീണ്ടും ജയിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾ അത് UDF പിന്തുണയ്ക്കുന്നതാണ്. പിന്നെ എന്നുള്ളത്, മുസ്ലിം ലീഗിന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള, CPM പോലെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി വരെ ഉണ്ടല്ലോ, അത് മുസ്ലിം ലീഗാണല്ലോ. മുസ്ലിം ലീഗ് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വരെ ഇറങ്ങിയിട്ട് പണിയെടുക്കുന്നു. കാരണം മലബാറിലൊരു മണ്ഡലമാണ്, ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ തോറ്റുപോയാൽ ലീഗിനെ സംബന്ധിച്ച് അധികാര തുടർച്ച, ഇനിയും ലെഫ്റ്റിൻ്റെ ഒരു അധികാര തുടർച്ച, ഇവർ അധികാരത്തിന് പുറത്തിരിക്കുക ആലോചിക്കാൻ കഴിയാത്തതാണ്. സോ അത് അവരുടെ കേഡേഴ്സിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നിരന്തരം ഗ്രൗണ്ടിലുണ്ട്. ഇതിലേതെങ്കിലും തരത്തിലുള്ള പഴയ ഓർമ്മകൾ വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പോയാൽ നമ്മൾക്ക് പാളിപ്പോകുന്നു. സോ അത് അവർ അത്തരം ഹോൾസ് എല്ലാം അടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭയങ്കര ഫൈറ്റായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഈസി സംഗതി എവിടെയില്ല. പല ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇനിയും പോകുന്നതോറും എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വരുമെന്ന് വിചാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ സാമുദായിക സമവാക്യത്തിൻ്റെ ഒരു സംഗതി എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ പ്രധാന വേദികയായി മാറാൻ പോകുന്നു നിലമ്പൂർ.